ഓക്സിഫ്ലോ വാട്ടർ പാർക്ക് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഒരു പ്രോജക്റ്റ് വട്ടംകുളത്ത് വരുന്നുണ്ട്. ഈ നമ്മുടെ മാലിന്യജലം സംസ്കരിച്ച് ശുദ്ധജലമാക്കി ആ വെള്ളം തന്നെ ഉപയോഗിച്ച് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഒരു പ്രധാന ഉദ്ദേശം. പദ്ധതി ഒരു വലിയ പ്രോജക്റ്റാണ്. അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലാണ് നമ്മൾ. ഇതിൻ്റെ ഡയറക്ടേഴ്സാണ് അനീഫ്, ടെക്നിക്കൽ ഡയറക്ടർ CEO ആണ്. ഞങ്ങൾക്ക് ഡയറക്ടേഴ്സാണ്. എൻ്റെ പേര് ഗോപികൃഷ്ണൻ, ഇത് അനീഫ്, സഫീർ. ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ ചില ആശങ്കകളുണ്ടെന്ന് ഞങ്ങൾ കേൾക്കുന്നു. അപ്പോൾ ഈ ആശങ്കകൾ പരിഹരിക്കാൻ വേണ്ടി ആണ് ഈ പത്രസമ്മേളനം നമ്മൾ വിളിച്ചിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങൾ അനീഫ്. ഓക്സിഫ്ലോ വാട്ടർ പാർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി നടുവട്ടം മൈലക്കാട് റോഡിൽ ശ്രീവത്സ ആശുപത്രിക്ക് സമീപത്തായിട്ട് നടത്താൻ പോകുന്ന മലിനജല സംസ്കരണ പ്ലാന്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ ആശങ്ക പരിഹരിക്കാനാണ് ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ആശങ്കയും ജനങ്ങൾക്ക് വേണ്ട എന്നാണ് കമ്പനിയുടെ ഭാഗത്തുനിന്ന് പറയാനുള്ളത്. കാരണം ഇന്ന് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മലിനജല സംസ്കരണ സംവിധാനമാണ് ഞങ്ങളിവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് ഹോട്ടലുകളിൽ നിന്നും മറ്റും നിലവിൽ എടുത്തുകൊണ്ടിരിക്കുന്ന വേസ്റ്റ് വാട്ടർ അത് ഞങ്ങളുടെ സ്വന്തം ടാങ്കറിലാക്കി പ്ലാന്റിൽ എത്തിച്ച് MBBR സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് സംസ്കരിച്ച് ആ ജലം കാർഷിക ആവശ്യങ്ങൾക്കും നിർമ്മാണ പ്രവർത്തികൾക്കുമായിട്ട് വിൽപ്പന നടത്തുന്നതിനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഒരു ബൃഹത്തായിട്ടുള്ള പദ്ധതി, ഒരു കൊമേഴ്ഷ്യൽ സ്വിമ്മിംഗ് പൂളും അതുമായി ബന്ധപ്പെട്ട് ഒരു വാട്ടർ പാർക്കുമാണ് നമ്മുടെ കൺസെപ്റ്റിലുള്ളത്. അപ്പോൾ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ആശങ്കയാണ്, ഒന്ന് ഈ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടുള്ള മുന്നോട്ട് പോകുന്ന സമയത്ത് പരിസരം മലിനമാവും, അവരുടെയൊക്കെ കിണറിലേക്ക് ഇതിൻ്റെ മലിനമായിട്ടുള്ള വസ്തുക്കൾ വരാൻ സാധ്യതയുണ്ട്, അതോടൊപ്പം ദുർഗന്ധം വരും എന്നീ കാര്യങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട ആശങ്ക ഈ ദുർഗന്ധം വരുന്നുള്ളതാണ്. അപ്പോൾ വേസ്റ്റ് വാട്ടർ കൊണ്ടുവന്നിട്ട് നമ്മുടെ കളക്ഷൻ ടാങ്കിലേക്ക് തട്ടുന്ന സമയത്ത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ നിർദ്ദേശപ്രകാരം അതൊരു കൺസീൽഡ് കളക്ഷൻ ടാങ്ക് നിർമ്മിക്കുകയും കൺസീൽഡ് കളക്ഷൻ ടാങ്കിൻ്റെ എയർ വെൻറ്റ് കാർബൺ ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് ശുദ്ധീകരിച്ച് വായു പുറത്തുവിടുകയും ചെയ്യണം എന്നാണ്. രണ്ടാമതായിട്ട് ഉള്ളത്, ഇതിൽ നിന്ന് വരുന്ന സ്ലഡ്ജ് പ്രകൃതിക്ക് ഹാനികരാവും, അത് കെമിക്കൽ കണ്ടന്റ് കൂടുതലുള്ളതാണ് എന്നതായിരുന്നു. അപ്പോൾ സ്ലഡ്ജ് ഡീവാട്ടറിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് കേരള സർക്കാരിൻ്റെ കീഴിൽ തന്നെയുള്ള കെയിലിന് കൊടുക്കാനാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറഞ്ഞിട്ടുള്ളത്. ഈ രണ്ട് തരത്തിലുള്ള ആശങ്കയ്ക്കും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് തന്നെ മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള പൊല്യൂഷനും ഇതുമായി ബന്ധപ്പെട്ട്, ഈ പദ്ധതിയായി ബന്ധപ്പെട്ട് ആ പ്രദേശത്ത് വരില്ല. പിന്നെ ഏതെങ്കിലും കാരണവശാൽ ആളുകൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ തോന്നുകയാണെങ്കിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പ്ലാന്റാണ്. ജനങ്ങൾക്ക് ഏത് സമയത്തും ആ പ്ലാന്റിൻ്റെ പ്രവർത്തനം കാണാനായിട്ട് കയറി വരാം. അതിനോടനുബന്ധിച്ചുള്ള വാട്ടർ പാർക്ക് ഞങ്ങൾ ഓപ്പൺ ചെയ്യുന്നത് ഈ പദ്ധതി സ്റ്റാർട്ട് ചെയ്ത് വിതിൻ 30-45 ദിവസത്തിനുള്ളിലായിട്ടാണ്. അപ്പോൾ അത് വാട്ടർ പാർക്ക് നാട്ടുകാർക്ക് തുറന്നു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പദ്ധതി എന്താണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നതെന്നുള്ളത് വിശദമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ബൃഹത്തായ ഒരു പദ്ധതിക്ക് എതിരായി നിൽക്കുന്നത് ഇപ്പോൾ നിലവിൽ ഈ മലിനജലം പല സ്ഥലങ്ങളിലും ഈ റോഡിലും തോട്ടിലും കൊണ്ടുപോയി തട്ടുന്ന മാഫിയ പ്രവർത്തനം നടത്തുന്ന ചിലരാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ജനങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള ആശങ്ക ഇട്ടുകൊടുത്തിട്ട് അവരെ ഈ പദ്ധതിക്കെതിരെ നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇവരുടെ ഈ മാഫിയ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വരുമല്ലോ എന്ന ഭയം മൂലമാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രദേശവാസികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, യാതൊരു തരത്തിലുള്ള ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളും ചെവിക്കൊള്ളാതെ പദ്ധതിയോടൊപ്പം നിൽക്കണം. നമ്മുടെ ആ പ്രദേശത്തുള്ള 25ഓളം കുടുംബങ്ങൾക്ക് ജോലി കിട്ടുന്ന സന്ദർഭമാണ്. ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കമ്പനി അത് തീർത്തു തരാനായിട്ട് ഏത് സമയത്തും നിങ്ങൾക്ക് കമ്പനിയുടെ നമ്പറിൽ ബന്ധപ്പെടാം. ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടെങ്കിൽ ഞങ്ങളോട് നേരിട്ട് സംസാരിക്കാം. കമ്പനിയുടെ ഓഫീസുകൾ ചങ്ങരമുഖത്താണ്. അധികം താമസിയാതെ നടുവട്ടത്ത് ഇപ്പം പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്ന പ്ലാന്റുമായി ബന്ധപ്പെട്ടുള്ള ഓഫീസിൻ്റെ പ്രവർത്തനം തുടങ്ങും. അത് ഈ പദ്ധതി പ്രദേശത്ത് തന്നെ തുടങ്ങാനാണ് കമ്പനി തീരുമാനിച്ചിരിക്കുന്നത്. എന്താ പ്ലാന്റിന്റെ പേര് പറഞ്ഞു? ഓക്സിഫ്ലോ വാട്ടർ പാർക്ക് ആണ്. ഓക്സിഫ്ലോ ഓക്സിഫ്ലോ OXYFL ഓക്സിഫ്ലോ വാട്ടർ പാർക്ക്. അതൊരു വാട്ടർ